നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നൊരു വീഡിയോ സീരീസ് ആയിരുന്നു തമിഴ് ത്രില്ലർ സീരീസ്. ഏകദേശം 8 വീഡിയോകൾ നമ്മൾ ഈ ഒരു സീരീസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ത്രില്ലർ സിനിമകൾ, തമിഴിലെ ഗംഭീര ട്വിസ്റ്റുകളൊക്കെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഏകദേശം സിനിമകളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സീരീസിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തത്. അപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ചും കൂടി നല്ല 5 ത്രില്ലർ സിനിമകൾ കൂടി കാണുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ ഒരു സീരീസിലെ 9th പാർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ തമിഴ് ത്രില്ലർ സിനിമകളുടെ ഒരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ സീരീസാണിത്. ഇതിൻ്റെ മുൻപത്തെ പാർട്ട് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഗംഭീര 5 ത്രില്ലർ സിനിമകൾ കൂടി പരിചയപ്പെടാം. ഇതിൽ പഴയ സിനിമകളും പുതിയ സിനിമകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ പടത്തിൻ്റെ പേര് ബ്ലാക്ക്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സൈഫൈ ത്രില്ലർ സിനിമയാണിത്. ജീവിയാണ് ഈ ഒരു പടത്തിലെ നായകൻ. അമേരിക്കൻ സിനിമയായിട്ടുള്ള കൊഹറൻസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു റീമേക്കാണിത്. കൊഹറൻസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് പോലും ഈ പടം തീർച്ചയായിട്ടും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് അവർ ഈ ഒരു പടം എടുത്തു വെച്ചിട്ടുള്ളത്. കൊഹറൻസ് കാണാത്ത ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പടം. കാരണം ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് തന്നെ അത്യാവശ്യം നല്ല സർപ്രൈസിംഗ് ആണ്. എവിടെയും ഈ പടത്തിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അങ്ങനെ വായിക്കാനൊന്നും മെനക്കെടാണ്ട് പടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. രണ്ടാമത്തെ പടത്തിൻ്റെ പേര് ഗാർഗി. ഞാൻ കുറേ മിക്സഡ് ഒപ്പീനിയൻസൊക്കെ കണ്ടത് കാരണം അങ്ങനെ മാറ്റി വെച്ചിരുന്നൊരു സിനിമയായിരുന്നത്. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ റിഗ്രറ്റ് ചെയ്തു. വളരെ ഗംഭീരമായിട്ട് എടുത്തിട്ടുള്ളൊരു ലീഗൽ ത്രില്ലർ സിനിമയാണത്. സായി പല്ലവിയാണ് ഈ സിനിമയിലെ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അവരുടെ പെർഫോമൻസൊക്കെ എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ഇമോഷണലി കൂടി ഹുക്ക് ചെയ്യുന്നൊരു സിനിമയാണത്. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ചെറിയ രീതിയിലുള്ള കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഈ പടത്തിൽ കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മൂന്നാമത്തെ സിനിമയുടെ പേര് ഫർഹാന. ടൈറ്റിൽ ക്യാരക്ടറായിട്ടുള്ള ഫർഹാനയെ അവതരിപ്പിച്ചിട്ടുള്ളത് ഐശ്വര്യ രാജേഷാണ്. 2023 പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഒരു പടത്തിനെ ഇങ്ങനെ തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഐശ്വര്യ രാജേഷ് എന്ന് പറയുന്ന നടിയുടെ പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ഓരോ നിമിഷവും നമുക്കിങ്ങനെ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് പോകുന്ന തരത്തിലുള്ളൊരു മേക്കിംഗ് ആണ് ഈ ഒരു പടത്തിൻ്റെ. ഒരു കോൾ സെൻറ്ററിൽ ജോലി ചെയ്യുന്ന വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള ഒരു മുസ്ലിം യുവതി ഒരു ട്രാപ്പിൽ അകപ്പെടുന്നതും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു പടത്തിൽ. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ക്ലൈമാക്സ് ഒക്കെ തന്നെയാണ് സിനിമയുടേത്. വില്ലനും അത്യാവശ്യം നല്ല പ്രത്യേകതകളൊക്കെ ഉണ്ട്. പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മോശമല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും കിട്ടും. അടുത്തതും ഐശ്വര്യ രാജേഷ് തന്നെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളൊരു സിനിമയാണ്. സിനിമയുടെ പേര് തിട്ടം 2. പ്ലാൻ ബി എന്നാണ് ഈ ഒരു വാക്കിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മിസ്സിംഗ് ആകുമ്പോൾ അവർ കേസ് അന്വേഷിച്ചിറങ്ങുന്ന ഒരു ലേഡി പോലീസ് ഓഫീസറുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. നല്ല ഒന്നാം തരം പ്ലോട്ട് ട്വിസ്റ്റാണ് ഈ ഒരു പടത്തിൻ്റെ പ്രത്യേകത. അത് മാത്രം മതി നിങ്ങൾക്ക് പടം കാണുന്നത് മുതലാവാൻ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവസാനത്തെ സിനിമ ആരണ്യകാന്ഡം. ത്യാഗരാജൻ കുമാരരാജ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ തമിഴിലെ ഏറ്റവും നല്ല സിനിമകളിൽ പെടുത്താവുന്ന ഒരു മാസ്റ്റർ പീസ് വർക്കാണ്. നിയോ നെയർ ശൈലിയിൽ എടുത്തിട്ടുള്ള ഒരു പടത്തിൽ ഒരു ചെന്നൈ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ സ്റ്റോറിയാണ് പറയുന്നത്. യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കും എടുത്തു പറയേണ്ടതാണ്. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്ന് ഞാൻ പറയില്ല. എങ്കിൽ കൂടി വ്യത്യസ്തമായിട്ടുള്ള ത്രില്ലർ സിനിമകൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ആരണ്യകാന്ഡം. ഈ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കണ്ടവർ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ എഴുതുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.